വെഞ്ഞാറമൂട്ടിലുള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി വരുന്നൊരു വീഡിയോയാണ്. ഇതൊരു പരസ്യമല്ല, ഇത് ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ്. CFCA സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക് നമ്മൾ പ്രധാനമായിട്ടും ലോൺ കൊടുക്കുന്നുണ്ട്. എടുക്കുന്നതൊന്നും തന്നെ ക്യാഷായിട്ട് നമ്മൾ എടുക്കുന്നില്ല, എല്ലാം ഓൺലൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചെക്കാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ടും അവരുടെ ഹാർഡ് മണിക്ക് നല്ലൊരു റിട്ടേൺ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർ ഈ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ക്യാഷിന് നമ്മളൊരു നല്ലൊരു റിട്ടേൺ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അതാണ് നിങ്ങളുടെ പൈസ നിങ്ങൾ തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു എന്താ പറയുന്ന ഒരു നിശ്ചയമായിട്ടും സേഫായിട്ടും ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് CFSI. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വെഞ്ഞാറമൂട് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള ബാങ്കുകളെക്കാളും അധികമാണ്. അത് നോർമൽ 11.5-ഉം സീനിയർ സിറ്റിസൺസിന് 12% ഒക്കെയാണ് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്. സാധാരണ ഒരു ബാങ്കുകളിലോ സൊസൈറ്റിയിലോ പോയി ക്യാഷ് ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്കൊരു വേറൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവിടുത്തെ ഗുണം എന്ന് പറയുന്നത് ഇവിടെ ചെക്കാണ് സ്വീകരിക്കുന്നത്, ക്യാഷ് ആയിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിശ്വാസ്യത കൂടുതലാണ് എന്ന് പറയുവാനും കാരണം. ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ഉറപ്പാണോ എന്ന് അറിയണ്ടേ. ഇപ്പോൾ നമുക്ക് ബ്രാഞ്ച് മാനേജറുണ്ട്, അദ്ദേഹത്തോട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ചോദിക്കാം. ഇത് അധികം ആർക്കും അറിയാത്ത ഇത് എല്ലാവർക്കും അറിയാൻ പെടാത്ത ഒരു സ്ഥാപനമാണ്. കാരണം ഇതിനെപ്പറ്റി ഒരു അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ബ്രാഞ്ച് മാനേജർ എന്ന നിലയിൽ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്, എല്ലാവർക്കും സുതാര്യമായി ഒരു നിക്ഷേപം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇത്. CFCI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. പണമിടപാടുകളില്ല, ചെക്കുകൾ കൊണ്ട് മാത്രമാണ് നിക്ഷേപങ്ങൾ ചെയ്യിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ സുതാര്യത എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് RD. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇതിനും കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നോർമൽ സിറ്റിസന് 11%, സീനിയർ സിറ്റിസന് 12% നമ്മൾ ഓരോ ഡിപ്പോസിറ്റിനും നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇടുന്ന പണമിടങ്ങൾക്ക് 100% വിശ്വസ്തവും 100% ഗ്യാരണ്ടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചെക്കുകൾ കൊണ്ട് മാത്രം, കാരണം പണമായിട്ട് നമ്മളൊന്നും വാങ്ങുന്നില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് നമ്മൾ ട്രാൻസാക്ഷനും തിരിച്ച് അതേ കണക്ക് അക്കൗണ്ടിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് ട്രാൻസാക്ഷൻ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സൊസൈറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടാകുമെന്ന്. ഒരുപാട് ആരോപണങ്ങൾ വരുന്നതാണ് ഈ സഹകരണ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? അത് അവിടെയെല്ലാം വാങ്ങുന്ന പണം ഇടപാടാണ്. നമ്മൾ ഏറ്റവും വിശ്വസനീയമായ ചെക്ക് വഴിയുള്ള ഇടപാടാണ്. അപ്പോൾ 100% ബാങ്ക് ട്രാൻസാക്ഷനാണ് വരുന്നത്. അതിന് ഏറ്റവും വലിയൊരു വിശ്വാസമല്ലേ 100% ഓഡിറ്റ് അടങ്ങുക. കാരണം ട്രാൻസാക്ഷൻ നടക്കുന്ന എന്തെങ്കിലും ചെക്ക് വഴിയാണ്. അപ്പോൾ ഓഡിറ്റബിളും 100% ഓഡിറ്റാണ്. എൻ്റെ രജിസ്റ്ററിൻ്റെ അണ്ടറിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസിലോ നമ്മൾ പണം കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എന്നൊരു വാർത്തയെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഇന്ന് പറയാം. ഈ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ രാജിവെച്ച് പോകാൻ തയ്യാറാണ്. ഇവിടുത്തെ എല്ലാ ഇൻട്രസ്റ്റ് റേറ്റും RBI റൂള് പ്രകാരമാണ് നടക്കുന്നത്. ഇവിടെ നോർമൽ പേഴ്സന് 11%, FTക്ക് സീനിയർ സിറ്റിസന് 12% നമ്മൾ ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്. അതെ, ഇത് കർണാടകയിലും കേരളത്തിലുമാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റ് സൊസൈറ്റി ഉള്ളത്. ഇപ്പോൾ കേരളത്തിൽ മിക്കയിടത്തും ശാഖകളുണ്ട്. ആറ്റിങ്ങലുണ്ട്, മംഗലാപുരത്തുണ്ട്, നേമത്തുണ്ട്, ശാസ്താംകുളത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 100% ഇപ്പം വിശ്വസനീയമായി വരുന്ന ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അറിയാൻ വേണ്ടിയുള്ള എല്ലാ ഒരു കാര്യം എന്തെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ താല്പര്യപ്പെടത്തുള്ളൂ. CFCA സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക് നമ്മൾ പ്രധാനമായിട്ടും ലോൺ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ സ്മാൾ വാല്യൂ ലോൺസ്, പരസ്പര ജാമ്യ വ്യവസ്ഥയിൽ സ്ത്രീകൾക്കാണ് ഞങ്ങൾ ലോൺ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വനിതം പ്രോജക്റ്റ്. സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് അവിടെ അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സൊസൈറ്റി മുഖാന്തരം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ കീഴിൽ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനം പിന്നെ സ്മാൾ വാല്യൂ ലോൺസിൻ്റെതാണ്. നമ്മൾ ഈ എടുക്കുന്ന FD ആണ് നമ്മൾ ലോണായിട്ട് കൊടുക്കുന്നത്. അത് പരസ്പര ജാമ്യ വ്യവസ്ഥയിൽ 5 സ്ത്രീകൾക്കാണ് ലോൺ കൊടുക്കുന്നത്. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ NPA ആണ് അതിൻ്റെ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ CFCയുടെ അസറ്റ് എന്ന് പറയുന്നത് NPA 0% ആണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ക്രെഡിബിലിറ്റി കൂടുതലാണ്. ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമുക്ക് എടുക്കുന്നതൊന്നും തന്നെ ക്യാഷായിട്ട് നമ്മൾ എടുക്കുന്നില്ല, എല്ലാം ഓൺലൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചെക്കാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ടും അവരുടെ ഹാർഡ് മണിക്ക് നല്ലൊരു റിട്ടേൺ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർ ഈ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ക്യാഷിന് നമ്മളൊരു നല്ലൊരു റിട്ടേൺ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അതാണ് നമ്മൾ കൊടുക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ 1 year ആണ് നമ്മൾ
ടേം പീരീഡ് പറയുന്നത്. അതിൽ ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നോ പ്രീ ക്ലോഷർ ഓപ്ഷനും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കാവറ റോഡിലാണ് ഞങ്ങളുടെ ടേസ്റ്റ് ഓഫ് നെല്ലനാടിന് ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ബ്രാഞ്ച് വരുന്നത്. എല്ലാവർക്കും നമ്മുടെ ബ്രാഞ്ചിലെ ഈ സൗകര്യങ്ങൾ, സുരക്ഷിതമായ നിക്ഷേപങ്ങൾക്ക് നമ്മുടെ ബ്രാഞ്ച് സന്ദർശിക്കാവുന്നതാണ്.